ഹായ് വ്യൂവേഴ്സ്, ആദ്യത്തെ രാവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നത് ഇന്ന് ഇവിടെ ഗുരുദ്വാരയിൽ എന്തോ പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുക. വണ്ടി ഇപ്പോൾ വരും 10:30 ആകുമ്പോൾ. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു, പാസ്ത ഉണ്ടാക്കി കഴിച്ചു. ഹസ്ബൻഡ് പോയേക്കുന്നു, വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് വണ്ടി വരും, അതിനകത്ത് കയറി പോയാൽ മതി. നമുക്ക് ഫുഡൊക്കെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടും വരാം. അപ്പോൾ ഇനി പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മുടെ വണ്ടി കൊണ്ട് ഇവിടെ കിടപ്പുണ്ട്. പിടിച്ചാൽ നമുക്ക് ഇവിടെ നല്ലൊരു നാരങ്ങ നിൽപ്പുണ്ട്. നാരകത്തിനകത്ത് നിറച്ച് നാരങ്ങ കിളിച്ച് വരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു നാരങ്ങയാണ്, നിറച്ചുണ്ട്. കയ്യ മുള്ളുണ്ടാ? ഇവിടെ നിറച്ച് നാരങ്ങയുണ്ട്. വലുതാകുമ്പോൾ പിടിച്ച് അച്ചാറിടണം, മുറിച്ച് എടുത്തിട്ട്. ഇത് സേഫാണ്, നമുക്ക് ഇവിടെ ഒരു കാട്ടേയില്ല. നിറച്ചുണ്ട് ഇതിനകത്ത്. കുഞ്ഞു കുഞ്ഞായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പാടാം. ഇത്തിരിയുടെ വലുതാകുമ്പോൾ കാണാം. ഇത് സേഫായി എടുക്കാൻ. ഇതിനല്ലേ നമുക്ക് കാട്ടേയില്ല. എന്താ, ഞങ്ങൾക്ക് നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ വന്ന് നാരങ്ങ പറിച്ചുകൊണ്ട് പോയിട്ട് നാരങ്ങ വെള്ളം ഇടാൻ പറ്റും. പക്ഷെ ഇച്ചിരിയുടെ വലുതാവണം. ഞങ്ങൾ ഇപ്രാവശ്യം നേരത്തെ ഒരുങ്ങി ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ബസ് മിസ്സായിപ്പോയി, അതുകൊണ്ട് പെട്ടെന്ന് ഒരുങ്ങി ചെയ്യുന്നതാണ്. ഭയങ്കര വെയിലും ചൂടും. ഇവിടെ ചീറ്റ കൊടുത്തിട്ട് പോയി, പക്ഷെ കിളിപ്പകത്തോട്ട് പോയി. നമ്മുടെ സൗണ്ട് കേട്ടിട്ട് ചീറ്റ കൊടുക്കുന്ന ഞങ്ങൾ കണ്ടു, പക്ഷെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അലച്ചപ്പോഴത്തേക്ക് അത് പറന്നും പോയി. ഇനി ഇപ്പോഴേ വരത്തുമില്ലായിരിക്കും നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട്. ഇപ്പോഴും വന്ന് തീറ്റ കൊടുത്ത് ഞാൻ ഓണാക്കിയപ്പോഴത്തേക്ക് അത് പറന്നും പോയി. അതിപ്പം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അമ്മയാന്ന് തോന്നുന്നു, ഇപ്പം അച്ഛനാന്ന് തോന്നുന്നു. വേറെ വേറെ കിളികളാണ് ഇപ്പം 2 പ്രാവശ്യം വന്നത്. പോയി, പറന്നുപോയി. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ്സൊക്കെ വന്ന് ഞങ്ങൾ 3 ബസ്സിനകത്ത് കയറി. വേറെ ആൾക്കാരും ഉണ്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മൾ പോകുന്നത് ഗുരുദ്വാരയിലോട്ടാണ്. ഗുരുദ്വാര എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സിഖുകാരുടെ ആരാധനാലയമാണ് ഗുരുദ്വാര എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എല്ലാവർക്കും പോയി പ്രാർത്ഥിക്കാം. അപ്പം അവിടെ എന്ന് പറയുന്നത് അവരുടെ ഒരു ബുക്കായ ഗുരു ഗ്രന്ഥ സാഹിബ് ഉണ്ട്. അപ്പം ഗുരു ഗ്രന്ഥ സാഹിബ് എന്നാണ് ബുക്കിന് പറയുന്നത്. ആ ബുക്കിനെയാണ് അവിടെ വെച്ച് പൂജിക്കുന്നത്, ആരാധിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുരുദ്വാരയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ മുടി മറച്ചിട്ട് തലയിൽ തുണി കെട്ടിയിട്ട് വേണം അകത്ത് കയറാൻ. അത് ലേഡീസ് ആയാലും ജെൻസ് ആയാലും കുട്ടികളായാലും എല്ലാവരും. അതുകൊണ്ട് നമുക്കവിടെ ഒരു തുണി അവിടെ ഇങ്ങനെ വെച്ചേക്കും. അല്ലെങ്കിൽ ടവലൊക്കെ കെട്ടിയിട്ട് കയറാം. സ്ത്രീകളാണെങ്കിൽ സാരി കൊണ്ടോ ഷോൾ കൊണ്ടോ മുടി മറച്ചിട്ട് വേണം അകത്ത് കയറാൻ. അപ്പം നമ്മൾ കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കയറുന്നിടത്ത് ജിലേബിയും ജ്യൂസും ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു പീസ് എടുത്ത് കഴിച്ചിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. അപ്പം അവിടെയാണ് ആ ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന് പറയുന്ന ആ ഹോളി ബുക്ക് വെച്ചിരിക്കുന്നത്. എനിക്കിപ്പോഴായിരുന്നു അറിയാവുന്നത്. നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ ഇത്ര ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ അകത്ത് കയറി. അവിടുന്ന് നമ്മളൊക്കെ അതിനടുത്ത് പോയി പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. പ്രാർത്ഥിച്ചിട്ട് പിന്നെ അവിടെ പുറയിൽ വന്നിരുന്ന് കുറച്ച് നേരം അകത്തിരുന്ന്. അപ്പം പിന്നെ അവരുടേതായ ലാംഗ്വേജിലാണ് അവിടെ പൂജയും കാര്യങ്ങളും ഈ കീർത്തനങ്ങളൊക്കെ ചെല്ലുന്നതും ഒക്കെ. പഞ്ചാബി ഭാഷയിലായിരുന്നു. കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നൊന്നും ഇല്ലായിരുന്നു. എന്നാലും അവിടെ ഇരുന്ന് ഒത്തിരി നേരം. ഞങ്ങൾ 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നായിരുന്നു. പിന്നെ പിള്ളേരുടെ അവരുടെ ലാംഗ്വേജിലുള്ള പിള്ളേരുടെയൊക്കെ കീർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പുറത്തിറങ്ങി അവിടെ വന്നിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ അടുത്ത് താമസിക്കുന്നതാണ് ഭവിയൊക്കെ. അപ്പോൾ അവരെയൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ചൂട് ഭയങ്കരമായിരുന്നു. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അകത്ത് നല്ല AC ആയിരുന്നു, നല്ല സുഖമായിരുന്നു ഇരിക്കാൻ. പുറത്ത് വന്നപ്പോൾ ഭയങ്കര ചൂടായി. ഇപ്പം 11 മണിയൊക്കെ ആയപ്പോൾ ആൾക്കാരൊക്കെ കുറവായിരുന്നു അവിടെ.
അങ്ങനെ പിന്നെ എല്ലാവരും ഉച്ചയ്ക്ക് ഒരു 12:30-1 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത്. എല്ലാവരും നമ്മൾ ബസ്സിന് പോയതുകൊണ്ട് പെട്ടെന്ന് ചെന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ വരുന്നവരൊക്കെ താമസിച്ചേ വരത്തുള്ളായിരുന്നു. അങ്ങനെ നമ്മളവിടെ ഇങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന്. അപ്പോഴേ ഭവിയുടെ തലയിൽ തുണി കെട്ടിട്ടില്ലായിരുന്നു. പിന്നെ ആ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് തുണിയൊക്കെ കെട്ടിപ്പിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്നവിടെ. അപ്പോൾ ഗുരുദ്വാരയിലെ ഒരു റൂളാണ്, നമ്മൾ അതിനകത്ത് കയറുമ്പം ഷൂസ് ഊരണം, തലമുടി മറച്ച് വെക്കണം. അങ്ങനെയാണ് എല്ലാവരും അതിനകത്ത് കയറി പ്രാർത്ഥിക്കുന്നത്. പിന്നെ അവിടെ ലങ്കറുണ്ട്. ലങ്കർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹാളാണ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നത്. നമുക്കകത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്, അതിനകത്തൂടെ ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ എല്ലാ ആൾക്കാർക്കും അവിടെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഒത്തിരിയും പേര് വന്നത്. അങ്ങനെ അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് പ്രസാദം തന്നായിരുന്നു, റവ കൊണ്ടുള്ളൊരു പ്രസാദം. അത് വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. ഫുഡെന്ന് പറഞ്ഞാൽ ലങ്കറാണ് അവിടെ പറയുന്നത്, അവിടെ അതിന് പറയുന്നത് ലങ്കർ എന്ന് പറയും. അപ്പം നമ്മൾ പിന്നെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച്, അതും നല്ല ചുട്ടുപൊള്ളുന്ന ചൂടായിരുന്നു. ആ ചൂടിനകത്ത് ഓടി 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 ഞങ്ങളങ്ങ് പോയി ചോറ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനും അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കൊണ്ട് തരുമ്പോൾ നമ്മൾ 2 കൈയിലുമാണ് ഫുഡ് വാങ്ങിക്കേണ്ടത്. പാത്രം വെച്ചിട്ടുണ്ടെങ്കിലും റൊട്ടിയൊക്കെ തരുമ്പോൾ നമ്മൾ 2 കൈ നീട്ടിയാണ് ആദ്യം വാങ്ങിക്കാൻ. അങ്ങനെ റൊട്ടിയും ചാവലും സബ്ജിയും പിന്നെ ഖീറും പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കുമായിരുന്നു. പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അബിക്ക് പിന്നെയും ജിലേബി വേണമെന്ന് പറഞ്ഞ് അവ ഓടിപ്പോയി ജിലേബിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിച്ച് ഞങ്ങൾക്കും തന്നെ, എനിക്കും അങ്കത്തിനും തന്നെ. എന്നിട്ട് ചൂട് ഭയങ്കരമായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ ഗുരുദ്വാരയുടെ വാതിലിൽ ഇങ്ങനെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കാല് നനച്ചിട്ട് കയറാൻ വെള്ളം അവിടെ ഇട്ടിട്ടുണ്ട്. അത് എല്ലാ ഗുരുദ്വാരയിലും ഉണ്ട്. ഞങ്ങൾ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ് എല്ലാ ഗുരുദ്വാരയിലും ഇങ്ങനെ ആയിരിക്കുമെന്ന്. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചിറങ്ങി. അതിനകത്തുള്ളതിനകത്ത് ഗുരുദ്വാര ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫോട്ടോയായിരുന്നു അവിടെ വലുതായിട്ട് വെച്ചിരിക്കുന്നത്. അത് ഞാൻ പറയാൻ മറന്നുപോയി ആദ്യം. അപ്പം പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി. അവിടെ ചെറിയൊരു ഫൗണ്ടനൊക്കെ ഉണ്ടായിരുന്നു, വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് തലയിൽ കെട്ടിയിരുന്ന തുണിയൊക്കെ അവിടെ അഴിച്ചിടാനൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അത് അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ചെരുപ്പ് അവിടെ സൂക്ഷിക്കാണ്ട് അബിയുടെ ജിലേബി എടുത്തുകൊണ്ട് വന്നു. ജിലേബിയൊക്കെ കഴിച്ചിട്ട് ചെരുപ്പ് സൂക്ഷിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ചെരുപ്പൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോകാനിറങ്ങി. അങ്ങനെ നമ്മുടെ ബസ് വന്ന് തിരിച്ച് നമ്മൾ ബസ്സിനകത്ത് കയറി ഞങ്ങൾ 3 കൂടെ തിരിച്ചു പോരുന്നു. അപ്പം ഇപ്പം സമയം 2:30 ഞങ്ങൾ ഗുരുദ്വാരയിൽ നിന്ന് ലങ്കറിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന്. ഫുഡൊക്കെ കൊള്ളായിരുന്നു. അപ്പം ചൂട് ഭയങ്കരം. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.